സ്വകാര്യ ബസ് ജീവനക്കാരനെ കാർ യാത്രികൻ മർദ്ദിച്ചതായി പരാതി. തൊട്ടിൽപ്പാലം വടകര റൂട്ടിൽ സർവീസ് നടത്തുന്ന കെരടൻ ബസ് ഡ്രൈവർ കക്കട്ട നരിപ്പട്ട റോഡ് സ്വദേശി ശരത് ലാലിനാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വടകര നിന്നും തൊട്ടിൽപ്പാലത്തേക്കുള്ള ട്രിപ്പിനിടെയാണ് സംഭവം. വില്യാപ്പള്ളി വഴിയാണ് ഈ ട്രിപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇതിനിടെ മുന്നിലുണ്ടായിരുന്ന കാർ സൈഡ് നൽകാതെ ഓടിച്ചതായി ഡ്രൈവർ പറയുന്നു. മറികടക്കാൻ അനുവദിക്കാതെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. ഇതേ തുടർന്ന് ഡ്രൈവർ ഹോണടിച്ചു. അമരാവതി എത്തിയപ്പോൾ കാർ ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞ് ഇറങ്ങി വന്ന കാർ യാത്രികൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡ്രൈവറെ പുറത്തേക്ക് വലിച്ച് മർദ്ദിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു യാത്രികൻ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. ചാവി ഊരിയെടുത്തെന്നും പറയുന്നു. ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടി. വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചക്കത്തെ ട്രിപ്പ് വില്യാപ്പള്ളി വഴിയുള്ള തൊട്ടിൽപ്പാലത്തേക്കുള്ള ട്രിപ്പ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വില്യാപ്പള്ളി റോഡ് കയറി അതിന് ശേഷം ഒരു കാറ് മുന്നിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാറാക്കിയിട്ടുണ്ട്. സൈഡ് തരാണ്ടും സൈഡ് ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ വൽ സൈഡ് അടുപ്പിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് വടകര റോഡ് കയറിയിട്ട് ഒരു വില്യാപ്പള്ളി അമരാവതി വരെ ഇവരിങ്ങനെ ഇറങ്ങാറാക്കിയാണ്. ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ വൽ സൈഡിലേക്ക് അടുപ്പിച്ചിട്ട് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാണ്ട് കളിച്ച് ലാസ്റ്റ് അവനെ ബ്ലോക്ക് ഇട്ടതിന് ശേഷം അമരാവതി എത്തിയപ്പോൾ വണ്ടി ബ്ലോക്ക് ഇട്ടിട്ട് മൂപ്പർ എന്നെ വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് എന്നെ വലിച്ചിട്ട് പുറത്തേക്ക് ഇടാനും അടിക്കാനും ശ്രമിച്ച്. അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഈ ചെറുങ്ങനെ പരിക്ക് പറ്റുകയും ചെയ്തു. ഭാര്യയിലും കൈക്ക് ഇങ്ങനെ വലിച്ചിടുകയും ചെയ്തു. കൈക്കും ചെറുങ്ങനെ പരിക്ക് പറ്റി. ഇതിൻ്റെ അകത്ത് ഞാൻ അവിടെ സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് യാത്രക്കാരെല്ലാം കണ്ടിട്ട് എല്ലാ യാത്രക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു. യാത്രക്കാരിൽ ഇടപെട്ട് നമ്മളെ ഭാഗത്ത് തന്നെ വെറും പറഞ്ഞു. കാരണം വെച്ചാൽ അകാരണമായിട്ട് ഓണടിച്ചതാണ്. ഞാൻ ഓണടിച്ചതെന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടിയിട്ട് വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഓണടിക്കുന്ന പോലെ ഓണടിച്ചതാണ്. ആ CCTV ദൃശ്യങ്ങളിൽ നമ്മളെ വണ്ടി തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിൽ നിന്ന് എന്നെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് വണ്ടിയിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അവരുടെ ഫോണിൽ. ആ വീഡിയോ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് ഒരെന്താക്കി. അപ്പോൾ ഞാൻ വണ്ടിയായിരുന്നു എടുത്തില്ല, എന്നെ വലിച്ചിട്ട് ഷർട്ടെല്ലാം കീറിന്. അപ്പോൾ എന്നെ വലിച്ചിട്ട് കാരണം ഞാൻ വണ്ടി താക്കോലും വലിച്ചിട്ട് മൂപ്പരെ അങ്ങ് പോയി ഓഫാക്കിയിട്ട് വണ്ടി ഓഫായിപ്പോയി. ഇപ്പോഴത്തേക്ക് നേരെ പിന്നെ വണ്ടി എടുത്ത് നാട്ടുകാരെല്ലാം വന്നിട്ട് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് എൻ്റെ കണ്ടക്ടറും സ്റ്റേഷനിലേക്ക് വിളിച്ച്. അപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസുകാർ വന്നതിന് ശേഷമാണ് വണ്ടി മാറ്റിയത്. അതുവരെ വണ്ടി മാറ്റിയില്ല, മൊത്തം ബ്ലോക്കായിരുന്നു. ഒരിടത്ത് പറഞ്ഞ് പിന്നെ ഒരു കാർ എടുത്ത് മൂപ്പരങ്ങ് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നേരെ വണ്ടി റീഫണ്ട് ആക്കിയിട്ട് നേരെ ഇവിടെ വന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്താണ്. പിന്നെ അവരാ നേരം വന്നിട്ടൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. ഇത് എത്തിയിട്ടില്ല. രണ്ട് ബസ്സാണ് കൂടി മത്സരം കളിക്കുക ഇല്ലാത്ത കൊണ്ടുപോയി വീട്ടിൽ പോകുന്നേ. ഞാനൊരു പണ്ട് ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.